കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വികസന തുടർച്ച എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ വന്ന രണ്ടാം LDF സർക്കാർ തങ്ങളുടെ ഭരണകാലയളവിൽ പ്രവർത്തന റിപ്പോർട്ട് അഥവാ പ്രോഗ്രസ് കാർഡ് ജനസമക്ഷം സമർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത റിപ്പോർട്ട് വെറും ഒരു കണക്കെടുപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉയർത്തുന്ന വികസന രാഷ്ട്രീയത്തിന് കൃത്യമായ രേഖയാണ്. പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കാൻ സാധിച്ചു എന്ന വലിയ അവകാശവാദമാണ് സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരായ ഒരു ഭരണകൂടം തങ്ങൾ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നത് ജനാധിപത്യത്തിന് കരുത്താണെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. മുൻകാലങ്ങളിൽ പ്രകടന പത്രികകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിസ്മരിക്കപ്പെടുകയായിരുന്നു പതിവ്. എന്നാൽ ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന രീതി അവലംബിച്ചതിലൂടെ ജനങ്ങൾക്ക് സർക്കാരിനെ വിലയിരുത്താനുള്ള അവസരം നൽകുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് വഴി ഭരണ തുടർച്ചയുടെ ന്യായീകരണം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് LDF. രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി പ്രോഗ്രസ് കാർഡ് ഉയർത്തിക്കാട്ടുന്നത് ലൈഫ് മിഷൻ പദ്ധതിയാണ്. പാർപ്പിടമില്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇതുവരെ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു. വീടിനൊപ്പം തന്നെ ഭൂമിയില്ലാത്തവർക്ക് പട്ടയം നൽകുന്ന കാര്യത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 4.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ കാലയളവിൽ പട്ടയം വിതരണം ചെയ്തത്. ഇത് കേവലം ഒരു രേഖയല്ല, മറിച്ച് ദശകങ്ങളായി ഭൂമിക്കായി പോരാടിയ സാധാരണക്കാരുടെ അന്തസ്സായ ജീവിതത്തിനുള്ള ഉറപ്പാണ്. ലൈഫ് മിഷന്റെ 3ാം ഘട്ടത്തിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് ഭൂരഹിതരായ ഭവനരഹിതരെ പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വിഭവ പരിമിതികൾക്കിടയിലും കേന്ദ്ര വിഹിതത്തിലെ കുറവുകൾ പരിഹരിച്ച് സംസ്ഥാനം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. യുവജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുന്ന വിഷയമാണ് സർക്കാർ സർവീസിലെ നിയമനങ്ങൾ. PSC വഴിയുള്ള നിയമനങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ബഹുദൂരം മുന്നിലാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രണ്ടാം സർക്കാരിന്റെ കാലത്ത് 3,13,202 പേർക്കാണ് PSC വഴി നിയമന ശുപാർശ നൽകിയത്. ഇത് തൊഴിലന്വേഷകർക്കിടയിൽ സർക്കാരിനോടുള്ള വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. സർക്കാർ സർവീസിന് പുറമെ IT, ടൂറിസം, സ്റ്റാർട്ടപ്പ് മേഖലയിൽ 2,66,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. നോളജ് എക്കണോമി മിഷൻ വഴി ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യർക്ക് നൈപുണ്യ വികസനവും തൊഴിലും ഉറപ്പാക്കുന്ന പദ്ധതികൾ അവസാന ഘട്ടത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ വളർത്തിയെടുക്കാൻ സാധിച്ചതിലൂടെ സംരംഭകത്വ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു. കേരളത്തിന്റെ വികസന മാതൃകയിൽ സ്ത്രീകളുടെ പങ്ക് വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രോഗ്രസ് കാർഡിൽ വിവരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം ആശ്രിതത്വം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളിലൂടെ 16 ലക്ഷത്തിലധികം സ്ത്രീകൾ നേരിട്ട് സാമ്പത്തിക സഹായം എത്തിച്ചു. കുടുംബശ്രീ വഴി നടപ്പിലാക്കിയ മൈക്രോ ഫിനാൻസ് പദ്ധതികളും തൊഴിൽ സംരംഭങ്ങളും ഇതിൽ പ്രധാനമാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുടങ്ങാതെ വിതരണം ചെയ്യാനായതും പെൻഷൻ തുക വർദ്ധിപ്പിച്ചതും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ സർക്കാരിനോട് അടുപ്പിച്ചു. ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള സഹായങ്ങളും വർദ്ധിപ്പിച്ചു. ഭരണസേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായി കൊണ്ടുവന്ന K-സ്മാർട്ട് പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഭരണരംഗത്തെ അഴിമതി കുറയ്ക്കാനും സുതാര്യത കൂട്ടാനും സഹായിച്ചു. വിവിധ സർക്കാർ ഓഫീസുകളിലായി കെട്ടിക്കിടക്കുന്ന 82 ലക്ഷം അപേക്ഷകൾ പ്രത്യേക അദാലത്തുകൾ വഴിയും ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും വേഗത്തിൽ തീർപ്പാക്കി. ഫയൽ തീർപ്പാക്കാൻ യജ്ഞം വഴി ഉദ്യോഗസ്ഥ തലത്തിൽ മെല്ലെപ്പോക്ക് ഒഴിവാക്കാൻ സർക്കാരിന് സാധിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി കേരളം മാറിയത് ഈ സർക്കാരിന്റെ വലിയ ഭരണ നേട്ടമാണ്. K-ഫോൺ പദ്ധതി വഴി ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിച്ചതും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കിയതും വലിയ മാറ്റമുണ്ടാക്കി. കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വികസന കണക്കുകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. സംരംഭക വർഷം പദ്ധതിയിലൂടെ ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷത്തിലധികം സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാരിന് കഴിഞ്ഞു. ഇതിലൂടെ വൻതോതിലുള്ള നിക്ഷേപം കേരളത്തിലേക്ക് എത്തിയെന്നാണ് പ്രോഗ്രസ് കാർഡ് അവകാശപ്പെടുന്നത്. ഗതാഗത രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമായി. ദേശീയപാത വികസനം റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കുന്നതും ഗെയിൻ പൈപ്പ് ലൈൻ, കൊച്ചി ജല മെട്രോ എന്നിവയും വികസനത്തിന്റെ തിളക്കമുള്ള അടയാളങ്ങളാണ്. ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ വഴിയും വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴിയും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. 5000-ലധികം പൊതുവിദ്യാലയങ്ങൾ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തി. ഹൈടെക് ക്ലാസ് മുറികളും ലാബുകളും സജ്ജീകരിച്ചതോടെ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ടായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയതിലൂടെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ വീടിനടുത്തു തന്നെ ലഭ്യമായി. മെഡിക്കൽ കോളേജുകളിൽ വലിയ തോതിലുള്ള തസ്തികകൾ സൃഷ്ടിച്ചതും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും ആരോഗ്യരംഗത്തെ കേരള മാതൃകയെ വീണ്ടും ലോകത്തിന് മുന്നിലെത്തിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും വികസന കണക്കുകൾ കൊണ്ട് നേരിടാനാണ് LDF ശ്രമിക്കുന്നത്.
എന്നാൽ ഈ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയതാണെന്നും കടക്കെണിയിലായ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ഇതല്ലെന്നും UDF ആരോപിക്കുന്നു. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് കേരളത്തെ തകർക്കുമെന്നാണ് പ്രതിപക്ഷവാദം. എങ്കിലും സാധാരണക്കാരെ ബാധിക്കുന്ന ക്ഷേമ പദ്ധതികളും വീട് നിർമ്മാണവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. 97% വാഗ്ദാനങ്ങളും പാലിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് വികസനത്തിന്റെ ഒരു പുതിയ ദിശാസൂചികയാണ്. പ്രതിസന്ധികൾക്കിടയിലും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നത് ഒരു ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയെ സൂചിപ്പിക്കുന്നു. പാർപ്പിടം, തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ ഉണ്ടായ പുരോഗതി കേരളത്തിന്റെ വരുംകാല വളർച്ചയ്ക്ക് കരുത്തു പകരും. പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഈ കണക്കുകൾ കേരളത്തിന്റെ വികസന തുടർച്ചയ്ക്കുള്ള അടിത്തറയായി മാറുമോ അതോ രാഷ്ട്രീയ വിവാദങ്ങളിൽ മുങ്ങിപ്പോകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും ഭരണരംഗത്തെ ഈ കണക്കെടുപ്പ് രാഷ്ട്രീയ കേരളത്തിൽ പുതിയൊരു സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്.